ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നുണ്ടായിട്ടില്ല. ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനൊരു 4-5 തവണയായിരിക്കും ആകെ ഒരു ഛർദി എന്ന് പറയുന്ന ഫേസിലൂടെ കടന്നുപോയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ബെഡ് റെസ്റ്റ് വേണ്ടതോ അല്ലെങ്കിൽ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ടതോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, വീണ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ ചെയ്തു. ഇത് ഒരു അസുഖമാണ്, രോഗമാണ് എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് മാറി നിൽക്കുകയൊന്നും വേണ്ട. ഇത് നമ്മുടെ ബോഡിയുടെ ഒരു അവസ്ഥയാണ്. അതിനെയൊക്കെ വളരെ സുഖമായിട്ട് തരണം ചെയ്തങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തിലും ഒന്നിലും നോ പറയേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇത്രയും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറി നിന്നിട്ടില്ല, ഒന്നുമില്ല. ഇനി ഇത് എപ്പോഴും അറിഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഭയങ്കര രസകരമായ ഒരു സമയത്താണ്. ഈ ആപ് കൈസേ ഹോ മൂവിയുടെ പ്രൊമോഷൻ നടക്കുന്ന സമയം, അതുപോലെ പ്രഗ്നൻസി അറിയുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷെ എന്ത് വന്നാലും ഒരു ഹൈറ്റിന് ഒരു ലോയോ ഉണ്ടാവും എന്ന് പറയില്ലേ, അന്ന് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ആ കണ്ണിന് അസുഖം വന്നത്. അത് ഇത്രയും ഭീകരമാകാനും കാരണം നമുക്ക് ഈ ഒരു ഫേസിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റിറോയിഡ്സ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ മാക്സിമം അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു. അപ്പം അത് നല്ല ഭീകരമായി വന്നു. അവസാനം പിന്നെ എന്നെ ഗൈനക്കോളജിസ്റ്റ് എന്നോട് സജസ്റ്റ് ചെയ്തു, ഒരു സ്റ്റിറോയിഡ് വല്ലപ്പോഴും ഒരു സ്റ്റിറോയിഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു ആ ഫേസിൽ നിന്ന് ഞാൻ പുറത്തു വന്നത്.